ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ചൊക്രമുടി സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ ഹർജി നൽകും. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചൊക്രമുടിയിലെ സർക്കാർ ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും മീഡിയാനെറ്റ് ന്യൂസ് പുറംലോകത്തെ അറിയിക്കുന്നത്. ഇതേ തുടർന്നാണ് ചൊക്രമുടി ഭൂമി വിവാദമാകുന്നത്. റിസർവേ രേഖകൾ പ്രകാരം സർക്കാർ പാറ പുറമ്പോക്കിൽ ഉൾപ്പെട്ട 354.5900 ഹെക്ടർ ഭൂമി കൂടി ഉൾപ്പെടുത്തി ചെന്നൈ സ്വദേശിയായ മലയാളിയുടെ 14 ഏക്കർ 69 സെന്റ് പട്ടയഭൂമിയുടെ സ്കെച്ച് തയ്യാറാക്കി നൽകിയതാണ് കയ്യേറ്റത്തിന് സഹായമായത്. ഈ ഭൂമി വാങ്ങിയ അടിമാലി സ്വദേശിയുടെയും ഭാര്യയുടെയും പേരിൽ പിന്നീട് പരിശോധന കൂടാതെ നിർമ്മാണത്തിന് NOC അനുവദിക്കുകയും ചെയ്തതോടെ അനധികൃത നിർമ്മാണത്തിനും വഴിയൊരുങ്ങി. NOC അപേക്ഷകളിൽ ദിവസങ്ങൾക്കുള്ളിലാണ് അനുമതി ലഭിച്ചതും നിർമ്മാണം ആരംഭിച്ചതും. സംഭവം വിവാദമായതോടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ അന്വേഷണം നടത്താൻ IG K സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ അന്വേഷണം പൂർത്തിയാക്കി സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. അതിനുശേഷം ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ സംഘവും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതൊഴിച്ചാൽ കയ്യേറ്റക്കാർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. പട്ടയ ഉടമകളുടെ വിചാരണ തുടരുകയുമാണ്. മന്ത്രിയുടെ ഓഫീസിലെ ചിലരും ഉന്നത ഉദ്യോഗസ്ഥരും ഇടപെട്ടാണ് ചൊക്രമുടിയിൽ സർവേ നടത്തി സർക്കാർ ഭൂമി കൂടി ഉൾപ്പെടുത്തി സ്കെച്ച് തയ്യാറാക്കി കയ്യേറ്റ ലോബിക്ക് നൽകിയതെന്ന് ആരോപണമുയർന്നിരുന്നു. ഭൂമി കയ്യേറ്റത്തിൽ CPI ജില്ലാ സെക്രട്ടറിക്ക് പങ്കുണ്ടെന്നാരോപിച്ച് CPI ജില്ലാ കമ്മിറ്റി അംഗം രംഗത്തുവന്നെങ്കിലും പിന്നീട് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണുണ്ടായത്. രാഷ്ട്രീയ നേതൃത്വവും ഉന്നത ഉദ്യോഗസ്ഥരും കയ്യേറ്റ മാഫിയയെ സഹായിച്ചെന്ന ആരോപണങ്ങളിൽ ഒരന്വേഷണവും ഇതുവരെ നടന്നിട്ടില്ല. ഇതോടെയാണ് ചൊക്രമുടി സംരക്ഷണ സമിതി CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.